ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 20 തിങ്കളാഴ്ച. ഉയരുന്നു നവകേരളം. നന്മകളുടെ ശക്തിയും മനുഷ്യസ്നേഹത്തിലൂന്നിയ നയപരിപാടികളുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കേരളം മുന്നേറുന്ന കാലം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഇന്ന് 3 വർഷം തികയുമ്പോൾ LDF സർക്കാരിൻ്റെ തുടർച്ചയായ 8 വർഷത്തെ ഭരണമാണ് പൂർത്തിയാകുന്നത്. പ്രളയത്തിൻ്റെയും ഓഖിയുടെയും നിപായുടെയും കോവിഡിൻ്റെയും കൊടും ചുഴിയിൽപ്പെട്ടപ്പോഴും തകരാതെ നാടിനെ കരകയറ്റിയ സർക്കാർ എല്ലാ അർത്ഥത്തിലും കേരളത്തെ പുതുക്കിപ്പണിയുകയാണ്. ഇപ്പോൾ കേരളം അത്യാധുനിക യുഗത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെയും നൂതന വ്യവസായങ്ങളുടെയും ഹബ്ബായി കേരളം മാറുകയാണ്. ആധുനിക ജീവിതം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അധ്വാനത്തിൻ്റെയും താളലയങ്ങളിലൂടെയാണ് കുതിക്കുക എന്ന കൃത്യമായ ധാരണയോടെയാണ് സർക്കാരിൻ്റെ ഓരോ ചുവടും. നമ്മുടെ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ക്ഷേമ പദ്ധതികളിലൂന്നി സർവതല സ്പർശിയായ സമഗ്ര വികസനത്തിലൂടെ നവകേരളം രൂപപ്പെടുന്നു. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ രാജ്യത്ത് നമ്പർ 1 എന്ന നിലയിൽ എത്രയെത്ര അംഗീകാരങ്ങൾ നേടി. കേരളത്തെ വ്യവസായ കേന്ദ്രമായി വളർത്തുന്നതിലും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിലും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പുരോഗതി കൈവരിക്കാനായി. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും തനതു നികുതി വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചു. തനതു വരുമാനം 2022-23 22.1% വളർച്ച കൈവരിച്ചു. അതെ, പിണറായി ഭരണത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ, മൗലികമായ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെന്നത് വീമ്പ് പറച്ചിലല്ല, വസ്തുതയാണ്. ജനങ്ങളുടെ നേരനുഭവമാണ്. മുടിഞ്ഞ നാടെന്ന് കേരളത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരായ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും മാത്രമാണ് ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാണാതെ പോകുന്നത്. കണ്ണുണ്ടായിട്ടും കാണാത്തവർ. കേന്ദ്രം കടുത്ത സാമ്പത്തിക വിവേചനം തുടരുമ്പോഴും പ്രതിസന്ധികളുടെ നടുക്കടലിലേക്ക് തള്ളിയിടുമ്പോഴുമാണ് ബദൽ വഴികളിലൂടെ കേരളം അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തുന്നതും കുതിക്കുന്നതും. സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടായ ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയും തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ജനങ്ങളെ അണിനിരത്തി ചെറുത്താണ് ഈ പ്രയാണം. ഭരണത്തിലെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ഒട്ടേറെയുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം, മലയോര തീരദേശ ഹൈവേകൾ, വ്യവസായ പാർക്കുകൾ, പൊതുമേഖലാ വ്യവസായങ്ങളുടെ ശാക്തീകരണം എന്നിവ പ്രത്യേകം എടുത്തു പറയണം. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി കഴിഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങിയത് മറ്റൊരു നേട്ടം. അതിൻ്റെ അനുബന്ധ വികസന പരിപാടികൾ നടന്നു വരുന്നു. എല്ലാ മേഖലയിലും വ്യവസായ മുന്നേറ്റം സാധ്യമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. നൂതന സാങ്കേതിക വിദ്യാ മേഖലകളിൽ വലിയ തോതിൽ നിക്ഷേപം വരുന്നുണ്ട്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഒരു വർഷത്തിനകം 2548 യൂണിറ്റ് വന്നു. 2 വർഷത്തിനിടെ സംരംഭക വർഷം പദ്ധതിയിലൂടെ 2.5 ലക്ഷത്തോളം സംരംഭങ്ങൾ തുടങ്ങി. ഒരു വശത്ത് ഇങ്ങനെ മുന്നേറുമ്പോൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം ചെയ്തും 4 ലക്ഷത്തിലേറെ പേർക്ക് വീടുകൾ നൽകിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പട്ടയം നൽകിയും ഈ സർക്കാർ റെക്കോർഡിട്ടു. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള പദ്ധതികളും ലക്ഷ്യത്തോടടുക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് നല്ല അരി ലഭ്യമാക്കാനുള്ള ശബരി കെ റൈസ് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മലയോര ജനത പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഭൂപതിവ് നിയമ ഭേദഗതിയും നിലവിൽ വന്നു കഴിഞ്ഞു. ജനജീവിതത്തിൽ അത്രമേൽ അലിഞ്ഞു ചേർന്നാണ് ഈ സർക്കാരിൻ്റെ ഭരണമെന്ന് ചുരുക്കം. അടിസ്ഥാന സൗകര്യവും അക്കാദമിക് മികവും സാധ്യമാക്കി സംസ്ഥാനത്തെ സർവകലാശാലകൾ ലോക നിലവാരത്തിലേക്ക് ഉയരുന്നതും ഭരണ മികവിൻ്റെ ഉദാത്ത മാതൃകയാണ്. MG കേരള, കാലിക്കറ്റ്, കാലടി സർവകലാശാലകൾ അംഗീകാരങ്ങളുടെ നിറവിലായി. 4 വർഷ ബിരുദ കോഴ്സുകൾ ഇക്കൊല്ലം തുടങ്ങുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കല, സംസ്കാരം, ചരിത്രം, വികസന മുന്നേറ്റം എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച കേരളീയം, ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിയ നവകേരള സദസ്സുകൾ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖ സംവാദങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിനാകെ കേരളം കാണിച്ചു കൊടുത്ത മാതൃകയായി. വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാട്, അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നീ കാര്യങ്ങളിൽ കേരളത്തിനുള്ള അംഗീകാരം ഭരണം കാര്യക്ഷമതയും പ്രാപ്തിയുമുള്ള കൈകളിൽ തന്നെയെന്ന്
ഉറപ്പാക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം സർക്കാർ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അഭിപ്രായ ധീരതയും രാജ്യമാകെ ശ്രദ്ധിച്ചു. ഇങ്ങനെ പല നിലകളിൽ കേരള ചരിത്രത്തിൽ മായാമുദ്ര പതിപ്പിച്ച പിണറായി സർക്കാരിൻ്റെ തുടർഭരണം 3 വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾ സർക്കാരിനും സർക്കാർ ജനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും.